കള്ളപ്പണ കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ സ്വത്ത് വിവരങ്ങളും ബാങ്ക് നിക്ഷേപ രേഖകളും പരിശോധിച്ച ഇഡി CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായ കാലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പരിശോധിച്ചു. കെ രാധാകൃഷ്ണനെ ഈ മാസം 8-ന് ചോദ്യം ചെയ്യുമ്പോൾ CPM അക്കൗണ്ടുകൾ, നിക്ഷേപങ്ങൾ എന്നിവയിലും വിവരങ്ങൾ തേടും. വിവരങ്ങൾ നൽകാനായി വീണ്ടും രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, കെ രാധാകൃഷ്ണൻ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായ കാലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മാസം 8-ന് ചോദ്യം ചെയ്യുമ്പോൾ CPM അക്കൗണ്ടുകളും നിക്ഷേപങ്ങൾ എന്നിവയിലും തന്നെ വിവരങ്ങൾ തേടാൻ നിൽക്കുകയാണ് ED. വിശദാംശങ്ങൾ രേഷ്മ. അഞ്ജന, കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തൃശ്ശൂരിലെ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ തന്നെ കെ രാധാകൃഷ്ണൻ 2016-18 കാലഘട്ടത്തിൽ CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ. കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനായിട്ടാണ് ED വിളിപ്പിച്ചിട്ടുള്ളത്. 8-ാം തീയതിയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത് സമൻസ് ലഭിച്ച സമയത്ത് കെ രാധാകൃഷ്ണനോട് നേരത്തെ ആവശ്യപ്പെട്ട ചില രേഖകൾ അദ്ദേഹം പോസ്റ്റലായിട്ട് EDക്ക് അയച്ചു നൽകിയിരുന്നു. അതായത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സ്വത്ത് വിവരങ്ങൾ, അതായത് അടുത്ത ബന്ധുക്കളുടെയും കെ രാധാകൃഷ്ണന്റെയും സ്വത്ത് വിവരങ്ങളായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നത്. ഇത് അടക്കമുള്ള ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും രേഖാമൂലം തന്നെ പോസ്റ്റലായിട്ട് അയച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ പരിശോധിച്ചിട്ടുള്ളത്. ഈ പരിശോധിച്ച രേഖകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അത് അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും കെ രാധാകൃഷ്ണനെ ഇനി ED ചോദ്യം ചെയ്യുക. പ്രധാനമായിട്ടും കെ രാധാകൃഷ്ണൻ എംപിയുടെ കാലഘട്ടത്തിൽ, അതായത് തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ 2016-18 വർഷത്തിൽ ഏതൊക്കെ വിധത്തിലാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പണം ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളത്, ഏതെങ്കിലും ഘട്ടത്തിൽ അനധികൃതമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ലോണുകൾ അനുവദിച്ചിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും പരിശോധിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ED കണ്ടെത്തിയിട്ടുള്ളത് അനധികൃതമായിട്ട്, നിയമവിരുദ്ധമായിട്ട് കരുവന്നൂരിൽ ലോണുകൾ അനുവദിക്കാനായിട്ട് തന്നെ CPM-ന്റെ നേതൃത്വത്തിൽ 2 കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. സബ് കമ്മിറ്റി അടക്കം രൂപീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തിയിരുന്നത്. ഈ സബ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അനധികൃതമായിട്ട് മാറ്റുകയും ചെയ്തിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ED കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. മൂന്നാമത്തെ സമൻസിന് ഔദ്യോഗികമായിട്ട് കെ രാധാകൃഷ്ണൻ MP നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മറുപടി ഔദ്യോഗികമായി നൽകിയിട്ടുമില്ല. എന്തായാലും 8-ാം തീയതി ഹാജരാകുമെന്നാണ് പ്രതീക്ഷ. അന്ന് ഈ നൽകപ്പെട്ട രേഖകൾ അടിസ്ഥാനപ്പെടുത്തി ബാങ്കിന്റെ അക്കൗണ്ട് വിവരങ്ങൾ, മറ്റ് സ്വത്ത് വിവരങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ED കടക്കുക. നേരത്തെ തന്നെ MM വർഗീസിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ CPM-നെയും കൂടെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഇക്കാര്യത്തിലുണ്ട്. അതായത് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ CPM-ന്റെ ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന സമയത്ത് പാർട്ടി ഘടകം ഏത് വിധത്തിലാണ് കരുവന്നൂരിൽ ഇടപെട്ടിരുന്നത്, ആ പണം ഇടപാടുകൾ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്തു, ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ED കെ രാധാകൃഷ്ണനിൽ നിന്നും ചോദിച്ചറിയുക. എന്തായാലും CPM-ന്റെ സംഭാവനയായിട്ടാണ് ഈ കള്ളപ്പണം വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. ഇതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടമാണ് ഇനി നടക്കാനുള്ളത്. അതിനുശേഷമായിരിക്കും അന്തിമ കുറ്റപത്രം ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും 2016-18 കാലഘട്ടത്തിലാണ് കെ രാധാകൃഷ്ണൻ തൃശൂർ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നത്. ആ കാലഘട്ടത്തിൽ കരുവന്നൂരിൽ അനധികൃതമായിട്ട്, നിയമവിരുദ്ധമായിട്ട് അനുവദിച്ച ലോണുകൾ, അതോടൊപ്പം തന്നെ അതുവഴി CPM-ന് ഉണ്ടായിട്ടുള്ള പണലാഭം, ഇതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ED പരിശോധിക്കുക. അഞ്ജന.